നമ്മുടെ കോളേജുകളിൽ നിന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം? ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നൊരു തീരുമാനമെടുക്കാൻ ഇന്ന് ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതിൽ ഒരാൾക്കെങ്കിലും കഴിയുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അത്തരമൊരു സ്വപ്നം കാണാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത്തരമൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാമെന്ന് വാക്ക് പറയുമെങ്കിൽ മാത്രമേ ഇത്രയും ആളുകൾ നിരന്നിരുന്ന് ഈ അവാർഡ് എടുത്തു തരുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു A+ നേടിയതിന്, ചെറിയൊരു വിജയം നേടിയതിന്, 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കുകൾ മാർക്ക് നേടിയതിന്, +2 ഒരു മാർക്ക് നേടിയതിന് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അഭിനന്ദിക്കുന്നത് നിങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ഇനി ജീവിതത്തിൽ നിങ്ങൾ നേടാൻ പോകുന്ന നേട്ടങ്ങൾക്കുള്ള തുടക്കമായിട്ടുള്ള ഒരു ആദരവാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണണം, ഇവിടെ ഇരുന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, കേരള സമൂഹത്തിലെ 3.5 കോടി മനുഷ്യന്റെ മനസ്സിലെ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു പ്രതിഭയായി ഞാനൊരു ദിവസം മാറും. അതിന് ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക് മാത്രമല്ല കഴിയുക, നല്ല നർത്തകന് കഴിയും, നല്ല ഗായികയ്ക്ക് കഴിയും, നല്ലൊരു അത്ലറ്റിന് കഴിയും, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകന് കഴിയും. നൊബേൽ പ്രൈസ് കിട്ടുന്നത് മദർ തെരേസയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഓർമ്മ വേണം. സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന, സമൂഹത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സമർപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കും കിട്ടുന്ന ഒന്നാണ് നൊബേൽ പ്രൈസ്. വേണ്ട, നൊബേൽ പ്രൈസ് വിട്ടോളൂ. നിങ്ങളിൽ നല്ലൊരു കലാകാരനുണ്ടോ? നാളെ നിങ്ങൾക്കൊരു നല്ല ചലച്ചിത്രകാരനാകാൻ കഴിയുമോ? ഒരു ഓസ്കാർ അവാർഡ് വാങ്ങിക്കൊണ്ടുവരൂ. വേണ്ട, നിങ്ങൾക്ക് ഇനിയും ശ്രമിച്ചാൽ മികച്ച ഒരു കായിക താരമാകാൻ കരുത്തുള്ള ശരീരം വേണമെന്നില്ല. ഷൂട്ടിങ്ങിൽ ചാമ്പ്യനാകാൻ, ചെസ്സിൽ ലോക ചാമ്പ്യനാകാൻ, ബുദ്ധി കൊണ്ട് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. അധികം ആയാസമില്ലാതെ മനുഷ്യന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് കളിക്കാവുന്ന ഗെയിമുകളുണ്ട്. ഇതിൽ ഒരു ഒളിമ്പിക് മെഡൽ മേടിക്കാൻ കഴിയുമോ? നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളാണ് ഉറങ്ങിക്കിടക്കുന്നത്. കുട്ടികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തമായ മേഖലയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇന്നത്തെ ലോകം വ്യത്യസ്തമായി ഏത് കഴിവിനെയും അംഗീകരിക്കുന്നവരാണ്. ഏത് കഴിവിനെയും ലോകം കൈയടിച്ച് സ്വീകരിക്കും. നമ്മുടെ നാട്ടിൻ പുറത്ത് മാത്രമാണ് ഡോക്ടറെയും എഞ്ചിനീയറെയും മാത്രം കൈയടിച്ച് സ്വീകരിക്കുന്നത്. വ്യത്യസ്തമായി ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ വാസന എന്താണെന്ന് കണ്ടെത്തൂ. ആ വാസനയിലേക്ക്, അതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കലാകാരൻ, അല്ലെങ്കിൽ കലാകാരി, അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു ജീനിയസ് ആയി മാറുന്നതിനെ കുറിച്ച് സ്വപ്നം കാണൂ. ആ ജീനിയസായി ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ മൂവാറ്റുപുഴയുടെ ഈ ഓഡിറ്റോറിയത്തിന് പകരം ആ തുറന്ന ഏറ്റവും വലിയ മൈതാനത്ത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങളൊക്കെ ചേർന്ന് നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസം സ്വപ്നം കാണൂ. ഈ സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഹാരാർപ്പണം നടത്തുന്ന, കൈയടിക്കുന്ന, മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു ബൈക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദിവസം ഇന്നു മുതൽ സ്വപ്നം കാണൂ. നിങ്ങൾ ആ സ്വപ്നത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ആ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ, ആ സ്വപ്നത്തെ നിരന്തരം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ സ്വപ്നങ്ങൾ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ഇരുന്ന് അന്ന് സ്വപ്നങ്ങൾ കാണുമ്പോൾ ലോകം മുഴുവൻ കാണുമെന്ന് പറയുമ്പോൾ ഇന്ന് ധാരാളം ആളുകൾ ക്യാമറയുമായി സഞ്ചരിക്കുന്ന വ്ളോഗുകളുടെ ഒരു കാലമാണ്. 10-35 കൊല്ലം മുമ്പ് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ്. ആ സ്വപ്നത്തെ താലോലിച്ച് ഇന്ന് 140 രാജ്യങ്ങളിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ, ആ അനുഭവങ്ങളെ മലയാളിയുടെ മനസ്സിലേക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, ഞാൻ കണ്ട ഒരു സ്വപ്നത്തെ ഒരു ദിവസം യാഥാർത്ഥ്യമാക്കിയത് മാത്രമാണ്. എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന്, നിങ്ങളെപ്പോലെ ഒരു പ്രതിഭയല്ലാത്ത ഒരാൾക്ക്, നിങ്ങളെപ്പോലെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ ഒരു സമൂഹവും ആദരിക്കാത്ത എന്നെ പോലെ ഒരാൾക്ക് ഈ പറഞ്ഞ നാടുകളിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ, എന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ, അതെന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളോട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഇന്നു മുതൽ ആഗ്രഹിക്കാൻ പഠിക്കൂ. ആഗ്രഹിക്കാൻ പഠിക്കൂ. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ മനസ്സിൽ, നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നാളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല. അവര് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടി അവരുടെ അച്ഛൻ ആഗ്രഹിച്ചു, ആ അച്ഛന് വേണ്ടി അവരുടെ അച്ഛൻ ആഗ്രഹിച്ചു. അതല്ല നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വപ്നം കാണുക. ആ സ്വപ്നത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അതിൽ ലോകത്തിലെ ഏറ്റവും പ്രതിഭ, ഏറ്റവും മിടുക്കൻ, ഏറ്റവും മിടുക്കിയായി മാറി ഒരു ദിവസം മാറുമെന്നും സമൂഹത്തിന് മാതൃകയാകുമെന്നും സമൂഹം ആദരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയായി ഞാൻ മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായും നിങ്ങൾ അവിടെ എത്തിച്ചേരും. അതിനെല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഇവിടെ വെച്ച് നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഈ വൈകുന്നേരം ചെലവഴിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു. എല്ലാ വിജയവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.